ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് തികച്ചും ഒരു ആക്ഷൻ സ്റ്റൈൽ കാർട്ടൂണായിട്ടാണ് നമ്മൾ കണ്ടത്. ജാക്കി, ജെയ്ഡ്, അങ്കിൾ, ഡാർക്ക് ഹാൻഡ്, ഷെൻഡു, മാജിക് എല്ലാം കൂടെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ നിറച്ച ഒരു ലെജൻഡറി കാർട്ടൂൺ. പക്ഷെ ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ ഈ സ്റ്റോറി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഇരുണ്ട രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കാം. തിയറി പ്രകാരം ജാക്കി ഒരു ആർക്കിയോളജിസ്റ്റ് മാത്രമല്ല, അവൻ അറിയാതെ ലോകത്തിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജാക്കി എവിടെ പോയാലും അവിടെ മാജിക് അവനെ തേടി വരുന്നു. ചൈന, അമേരിക്ക, ആൻഷ്യൻ ടെമ്പിൾസ്, ലോസ്റ്റ് സിവിലൈസേഷൻസ്, എവിടെ പോയാലും ഒരു മാജിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. അതൊക്കെ ഒരു കോയിൻസിഡൻസ് മാത്രമാണോ, അല്ലെങ്കിൽ ഡെസ്റ്റിനി തന്നെ അവനെ ഈ ബാറ്റിൽ ഇടുന്നതാണോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നോറും അറിയാം. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. മറ്റൊരു സ്ട്രേഞ്ച് കാര്യം എന്താണെന്നാൽ, ഷിൻഡു 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ഡീമണാണ്. പക്ഷേ അവൻ ഒരിക്കലും പൂർണ്ണമായി നശിക്കുന്നില്ല. അവനെ സീൽ ചെയ്യുന്നു. അവൻ തിരിച്ചു വരുന്നു, വീണ്ടും തോൽക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ലൈക്ക് ഈവിൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. തിയറി പറയുന്നത് ഷിൻഡു ഒരു ഡീമൺ മാത്രമല്ല, അവൻ ലോകത്തിന്റെ ഇരുണ്ട ഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഷാഡോ ഉണ്ടാവും, ഗുഡ് ഉണ്ടെങ്കിൽ ഈവിളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഷെൻഡുവിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റാത്തത്. മറ്റൊരു ഡിസ്റ്റർബിംഗ് ഡീറ്റെയിൽ എന്താണെന്നാൽ, 12 മാന്ത്രിക കല്ല്, റാബിറ്റ്, ഡ്രാഗൺ, സ്നേക്ക്, റൂസ്റ്റർ, ടൈഗർ ഓരോന്നിനും അസാധാരണമായ പവേഴ്സ് ഉണ്ട്. സ്പീഡ്, ഫ്ലൈറ്റ്, ഇൻവിസിബിലിറ്റി, സ്ട്രെങ്ത്, ഹീലിംഗ്. പക്ഷേ ഒരു ചോദ്യം, ഈ പവേഴ്സ് എല്ലാം എന്തുകൊണ്ടാണ് മനുഷ്യരുടെ കയ്യിലെത്തിയത്? തിയറി പ്രകാരം ഈ മാന്ത്രിക കല്ലുകൾ ബ്ലെസ്സിങ്സ് അല്ല, അത് കേഴ്സസ് ആണ്. അത് പവർ തരുന്നു, പക്ഷേ അതിൻ്റെ വില വളരെ വലുതാണ്. പവറിനെ തേടി വരുന്ന ആളുകൾ അവസാനം ഗ്രീഡിൽ അകപ്പെടുന്നു. അതുകൊണ്ടാണ് ഡാർക്ക് ഹാൻഡ് എപ്പോഴും ഈ കല്ലുകളിനെ തേടി നടക്കുന്നത്. പവർ മനുഷ്യനെ മാറ്റും, പക്ഷേ അൺലിമിറ്റഡ് പവർ മനുഷ്യനെ നശിപ്പിക്കുന്നു. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ, അങ്കിളിനെ കാർട്ടൂണിൽ ഏറ്റവും ഫണ്ണി ക്യാരക്ടറായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്കിളിനെ കുറിച്ച് നമ്മൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. അങ്കിളിന് ഇത്രയും മാജിക് എങ്ങനെ അറിയാം? ഡീമൺസിനെ കുറിച്ച് ഇത്രയും നോളജ് എവിടെ നിന്ന് കിട്ടി? തിയറി പ്രകാരം അങ്കിൾ പല വർഷങ്ങളായി ഡീമൺസിനെതിരെ പോരാടുന്ന ഒരു ആൻഷ്യൻ ഓർഡറിന്റെ അവസാന അംഗമായിരുന്നു. അതുകൊണ്ടാണ് മാജിക്കിനെ കുറിച്ച് ഇത്രയും അറിവുണ്ടായത്. പക്ഷെ അയാൾ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ജാക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും ഡിസ്റ്റർബിംഗ് പാർട്ട് ഇനിയാണ്. ജെയ്ഡ് എപ്പോഴും അഡ്വഞ്ചേഴ്സിൽ ഇൻവോൾവ് ആവുന്നു, പക്ഷെ പല പ്രാവശ്യവും ലോകം രക്ഷിക്കുന്നത് അവൾ തന്നെയാണ്. തിയറി പ്രകാരം ഫ്യൂച്ചറിൽ ഏറ്റവും പവർഫുൾ വാരിയർ ജാക്കിയല്ല, അത് നമ്മൾ ജൂലി എന്ന് പറയുന്ന ജെയ്ഡ് ആണ്. അതുകൊണ്ടാണ് ഡെസ്റ്റിനി അവളെ എപ്പോഴും ഈ മാജിക്കൽ വേൾഡിൽ കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ സെന്റർ ജെയ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഡീമൺസും മാജിക്കും അവളെ തേടി വരുന്നത്. മറ്റൊരു സ്ട്രേഞ്ച് ഡീറ്റെയിൽ, ഓരോ സീസൺ അവസാനിക്കുമ്പോഴും വില്ലൻ തോൽക്കുന്നു, പക്ഷെ അടുത്ത സീസണിൽ പുതിയ വില്ലൻ വരുന്നു. ലൈക്ക് ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. തിയറി പ്രകാരം ജാക്കിയും ഷിൻഡുവും ഒരു എൻഡ്ലെസ് സർക്കിളിൽ സ്ട്രാപ്ഡ് ആണ്. ഹീറോ ഉണ്ടെങ്കിൽ വില്ലനും ഉണ്ടാവും, വില്ലൻ ഉണ്ടെങ്കിൽ ഹീറോവും ഉണ്ടാവും. അവന് രണ്ടുപേരും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അതുകൊണ്ടാണ് ഒരാൾ പൂർണ്ണമായി ജയിക്കുന്നത്. പക്ഷെ ഏറ്റവും ഡാർക്കായ തിയറി ഇനിയാണ്. ജാക്കി ലോകത്തെ രക്ഷിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു, പക്ഷെ റിയാലിറ്റി ലോകം രക്ഷിക്കപ്പെടുന്നില്ല. അത് കുറച്ച് കാലം മാത്രം ഡിലേ ചെയ്യപ്പെടുന്നു. കാരണം ഡാർക്ക്നെസ് ഒരിക്കലും മരിക്കുന്നില്ല, അത് കാത്തിരിക്കുന്നു തിരിച്ചു വരാൻ. ഫൈനൽ ഡാർക്ക് തിയറി എന്താണെന്നാൽ, ജാക്കി ചാൻ അഡ്വഞ്ചേഴ്സ് നടക്കുന്ന ഹീറോസും വില്ലൻസും തമ്മിലുള്ള യുദ്ധമല്ല, ലോകത്തിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി 1000 വർഷങ്ങളായി നടക്കുന്ന ഒരു അവസാനിക്കാത്ത സൈക്കിളാണ്. ഓരോ വിക്ടറിയും ടെമ്പററി ആണ്, കാരണം ഡാർക്ക്നെസ് എപ്പോഴും തിരിച്ചു വരുന്നു. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ട ഒരു കാർട്ടൂണാണ് ജാക്കി ചാൻ ദി അഡ്വഞ്ചേഴ്സ്. പക്ഷെ ഈ കാർട്ടൂണിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ തിയറി വെച്ചുകൊണ്ട് ഇനി വീണ്ടും ആ കാർട്ടൂൺ വാച്ച് ചെയ്ത് നോക്കുക. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററി സൈനിങ് ഔട്ട്.